നമ്മൾ ഈ മൂവി ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് ആ സമയത്ത് ഹായ് എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ തോട്ട്. അങ്ങനെ ആലോചിച്ചില്ല, അതോ ഞാൻ സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇനി ഞാൻ ഇവിടെ ഒരു കലക്ക് അതൊന്നും ഹണ്ടിലെത്തുമ്പോൾ അത്രയും കാലം ഒരു ആക്ഷൻ മൂവി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡയറക്ടർ ഹൊറർ ഫിലിം ചെയ്യാൻ വരാണ്. സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. ഷാജി കൈലാസ് സാർ ഒരു ഹൊറർ കൊണ്ടുവരുന്നു. സാർ ഇത്രയും നമ്മൾ തീപ്പൊരി സിനിമകൾ ഇത്രയും നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ ഒരു പ്രേതത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഞെട്ടും. കുറിഞ്ഞു മറിയും ജോസ് എന്ന് പറയുന്ന ഒരു സിനിമ, അതെനിക്ക് നല്ല പുഷ് കിട്ടിയൊരു സിനിമ. ആഫ്റ്റർ ലോങ് ടൈം നല്ല അപ്രിഷിയേഷൻ കിട്ടിയ സിനിമയാണ്. എന്നെ സംബന്ധിച്ച് എന്നേക്കാൾ സീനിയർ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിക്കുന്ന ഓരോ പാഠങ്ങൾ പോലെയാണ്. കുറെ ഉണ്ട് പഠിച്ച പാഠങ്ങളൊന്നും പുറത്ത് കമൽ സാറിന്റെ മുമ്പ് ചെയ്ത സിനിമകൾ പോലും ഞാൻ അത്രയ്ക്ക് അധികം ആലോചിച്ചിട്ടുള്ള ഒരാളൊന്നുമില്ല. അങ്ങനെ ആ മൂവി ഞാൻ ചെയ്തിട്ട് അതിലൊരു സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ വന്നപ്പോൾ ആ സമയത്ത് സന്തോഷം എന്നല്ലാതെ അതിൻ്റെ ഒരു വെയിറ്റേജ് ഒന്നും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. ഇവൻ ചെറിയ റോളാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഹാപ്പി ആയിരിക്കും. ഞാൻ ചിലപ്പോൾ ചില സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ആ വർക്ക് എൻ്റെ പാഷനാണ് സിനിമ ചെയ്യാന്നുള്ളത്. ഷാജി കൈലാസ് ചിത്രമായ ഹണ്ടിന്റെ വിശേഷങ്ങളുമായിട്ട് ടീം നമുക്ക് ഒപ്പമുണ്ട്. രാഹുലുണ്ട്, ഡെയിൻ ഉണ്ട്, ഭാവന, അതിഥി, ചന്തു. ഹണ്ട് ശരിക്കും ഷാജി കൈലാസ് പടങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം സ്ഥലത്തെ പ്രധാന പയ്യൻസ് മുതൽ ഇങ്ങോട്ടും വന്ന് തലസ്ഥാനം വരുന്നു. അവസാനം നമ്മൾ ഈ കിങ് ആൻഡ് കമ്മീഷണർ കണ്ടിട്ട് ഇങ്ങനെ കോരിത്തരിച്ചൊരു കാലമുണ്ട്. പുള്ളി ഇപ്പോഴും സിനിമകൾ വിജയിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത്? ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിലൊരു ഹൊറർ എലിമെന്റ് ഉണ്ട്. ഞാനും ഷാജി സാറിന്റെ 90s ഫിലിംസിന്റെ വലിയ ഫാനാണ്. ഇപ്പോഴും ഭയങ്കര റിപ്പീറ്റഡ് വാല്യൂ ഉള്ള മൂവി ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് എന്ന് പറയുന്നത്. സോ ആ കൈൻഡ് ഓഫ് മൂവീസിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ് ഞാൻ. നമ്മളെല്ലാവരും ആക്ച്വലി അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഡയലോഗ്സും ഐക്കോണിക് ഡയലോഗ്സ് ആണ്. നമ്മളൊക്കെ ഇപ്പോഴും പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വെറുതെ ഉപയോഗിക്കുന്ന ഡയലോഗ്സ് ആണ്. സംസാരിക്കാൻ നമ്മൾ ഇപ്പോൾ വരുന്ന ആർട്ടിസ്റ്റുകൾ പോലും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന കൈൻഡ് ഓഫ് ഡയലോഗ്സ് ആൻഡ് മൂവീസ്. 90s മൂവീസിൻ്റെ ഞാൻ വലിയൊരു ഫാനാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഷാജി സാറിൻ്റെ കൂടെ ചിന്താമണി ചെയ്തു. ചിന്താമണി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. എൻ്റെയും ഒരു ഇനീഷ്യൽ സ്റ്റേജസിലാണ് ഞാൻ ഷാജി സാറിൻ്റെ മൂവി. അപ്പോൾ അന്ന് ഇപ്പോൾ ഇന്നൊക്കെ പോലെ നമ്മുടെ അടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ മൂവി ചെയ്യുന്നത്. കൂടുതൽ എൻ്റെ അച്ഛനെ ആയിരിക്കും വിളിക്കുക. സോ ഏതെങ്കിലും ഒരു മാനേജർ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഷാജി സാറിൻ്റെ ഒരു പടമുണ്ട്, അപ്പോൾ ഭാവനയോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ഡേറ്റ് ഉണ്ട്. അത് ഓക്കെ ആകുമ്പോഴാണ് നമ്മൾ ഒരു മേ ബി ഫോണിൽ കൂടെ ഒരു ഔട്ട്ലൈൻ തരുന്നത്, ഇതാണ് ക്യാരക്ടർ എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് സീൻ തൊട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇതാക്കി തരുന്ന പോലെ ഒന്നും അന്ന് നമ്മൾ ഇത്രയും സീനിയേഴ്സിൻ്റെ അടുത്തൊന്നും നമുക്ക് ചോദിക്കാനും പറ്റില്ല. അവരങ്ങനെ ആരും പറയില്ല അങ്ങനെ. സോ അങ്ങനെ പോയി ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങളിലുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ചെയ്യുന്നത് ശരിയാണോ, വഴക്ക് കേൾക്കോ എന്നൊക്കെ ഉള്ള. പക്ഷെ അന്നേ ഒരു 3-ാമത്തെ ഒക്കെ ദിവസം തൊട്ട് എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ബിക്കോസ് ഞാൻ മാറിയത് ഇപ്പം ഞാൻ നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വപ്നക്കൂട് ചെയ്തു. സോ അതിലൊക്കെ എനിക്കൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിയ കുറേ കോ ആക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞാനിങ്ങനെ എൻ്റെ ക്യാരക്ടറും അങ്ങനെയാണ്. മാറിയിരിക്കുമ്പോഴത്തേക്കും ഷാജി സാർ നീ എന്താ മാറിയിരിക്കുന്ന വാ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ഇരുത്തി മോണിറ്ററിന് ഇവിടെ ഇരിക്കും അതൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ കംഫർട്ടബിൾ ആയി ഭയങ്കരമായിട്ട്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹണ്ടിലെത്തുമ്പോൾ അത്രയും കാലം ഒരു ആക്ഷൻ മൂവി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡയറക്ടർ ഒരു ഹൊറർ ഫിലിം ചെയ്യാൻ വരാണ്. സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് പാറ്റേൺ ഒന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ഒരുപാട് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് അഗൈൻ. നമ്മൾ കാണുന്ന ഒരു സീരിയസ് ഒരു പേഴ്സണേ അല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് ടു വർക്ക് വിത്ത്. ആൻഡ് ഹണ്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിലൊരു ഹൊറർ ടച്ച് ഉണ്ട്, ഒരു ഹൊറർ അതിൽ ഉണ്ട്. ബാക്കി ടൈം പറയും. ഡെയിൻ ശരിക്കും ഹണ്ട് എന്താണ്? ഇതെന്ന് വെച്ചാൽ പുതിയ കാലഘട്ടത്തിന്റെ സിനിമ കാണുന്ന ഒരാളാണ് ഡെയിൻ. അപ്പോൾ ഹണ്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, എന്തൊക്കെയാ സംഭവം, നമ്മളെ പേടിപ്പിക്കൂ? തുടങ്ങി ചിരിക്കല്ലേ? അല്ല, ചേച്ചി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ചേച്ചി എന്ത് പറയുന്നു അല്ലല്ല, പിള്ളേരാണ് ഏറ്റെടുക്കേണ്ടതെന്നുള്ളത് ഓൾറെഡി തന്നെ ഭാവന പറഞ്ഞു കഴിഞ്ഞു. ഡെയിൻ അതുകൊണ്ടാണ് ഡെയിനെ ചന്തു കൊണ്ടാണ് നയിക്കുന്നത്. പറഞ്ഞ പോലെ ഒരു ഹൊറർ എലമെന്റ് വരുന്ന ഒരു ക്രൈം ത്രില്ലറാണ് പടം. അപ്പോ ഷാജി സാറിന്റെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പടങ്ങൾ വിട്ട് ആള് അങ്ങനെ വർക്ക് ചെയ്യാത്തൊരു ഏരിയ ആണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു മൂവിയാണ്.
എങ്ങനത്തെ ഒരു മൂവി അല്ല ചെറുപ്പ കാലഘട്ടത്തിലേക്ക് ഇപ്പൊ ഡെയിൻ കണ്ടിട്ടുള്ള 2 പേരാണ് ലെജൻസ് ആണ്, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ. പക്ഷെ രഞ്ജി പണിക്കർ ഇതിനകത്ത് ആക്ടിങ്ങിലൂടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ രഞ്ജി പണിക്കർ മുഖം മാറി വന്ന ഒരു ജേക്കബിന്റെ സ്വർഗരാജു, ഓം ശാന്തി ഓശാനയൊക്കെ ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ഫേസ് മാറിയിട്ടുണ്ട്. ഇപ്പൊ വേറൊരു ആളായിട്ടാണല്ലോ. പക്ഷെ എങ്കിലും നമ്മൾ പഴയ ഹാങ് ഓവറിലേക്ക് ആയിരിക്കും നമ്മൾ പോയി സംസാരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയും? അല്ല, രഞ്ജി സാറായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ അദ്ദേഹം ഉള്ള സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് എന്നേക്കാൾ സീനിയർ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിക്കുന്ന ഓരോ പാഠങ്ങൾ പോലെയാണ്. കുറെ ഉണ്ട് പഠിച്ച പാഠങ്ങളൊന്നും പുറത്ത് അത് പറ്റത്തില്ല. അല്ല, അങ്ങനെ പറയുന്ന പോലെ എല്ലാം നമുക്ക് കിട്ടുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നത് പല രീതിയിലാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബിഹേവ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പൊ ഞാനൊരു അത്ര നാളൊരു സിനിമ തിയേറ്ററിലും ടി വിയിലും മാത്രം കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ നടക്കുന്ന എല്ലാം എനിക്ക് അത്ഭുതവും എക്സൈറ്റ്മെന്റും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ അല്ലെങ്കിൽ ഷാജി സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ പണ്ടെപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. അവരെയൊക്കെ ലൈവായി കാണാൻ പറ്റുന്ന അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. രസമാണ്. അതിഥി 10ാം വളവാണ് ഞാൻ അവസാനം കണ്ടതെന്ന് തോന്നുന്നു. നല്ല ക്യാരക്ടറായിരുന്നു 10ാം വളവ്, നമ്മുടെ സുരാജേട്ടന്റെ കൂടെ. അതിനുശേഷം ബിഗ് ബെന്നിൽ കാണാൻ പറ്റിയിട്ടില്ല. നല്ല ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടു, പക്ഷേ കണ്ടില്ല. OTT തീർച്ചയായിട്ടും കാണാം. അതിഥി എങ്ങനെയാണ് ഈ ഇങ്ങനത്തെ ഒരു സിനിമയിലെ എക്സ്പീരിയൻസ്? എനിക്ക് ഈ ഹണ്ടിലെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതുവരെ ചെയ്ത കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഹണ്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സീനിയോറിറ്റി കൂടുതലുള്ള ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും സീനിയേഴ്സാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ട് ഷൂട്ടിങ്ങിൻ്റെ ആണെങ്കിലൊക്കെ. അപ്പം അതെനിക്ക് പുതിയതായിരുന്നു. സാറിൻ്റെ ഒരു മീറ്റർ ഉണ്ട്, ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ അഭിനയിക്കുന്ന അത് സാറിന് അറിയാം എന്താ വേണ്ട, ഒരു കറക്റ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. സാധാരണ എനിക്ക് അറിയാത്തതൊക്കെ ചില ഡയറക്ടേഴ്സ് വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി A to Z ഒക്കെ നമ്മൾ അതിൻ്റെ പുറകെ നിന്ന് പറഞ്ഞ് എനിക്കറിയില്ല ചിലതൊന്നും. പക്ഷേ സാറ് നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആൾ എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ അതേ മീറ്ററിൽ പിടിച്ച് നമ്മൾ നിൽക്കണം. അതൊരു വലിയ ചാലഞ്ചിങ് ആയിരുന്നു എനിക്ക് അഭിനയിക്കാൻ. അപ്പോൾ ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചിന്താമണിയുടെ സെറ്റിൽ ചേച്ചി പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ത്രൂ ഔട്ട് സെറ്റ് മൂവി തീർന്ന വരെ ടെൻഷനായിരുന്നു. എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം സാറിനെ കാണുമ്പോഴേ എനിക്ക് ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അധികം അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മൂവിയൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോള് വന്നത്. ഒരു നമ്പറിൽ നിന്ന് ഒരു കോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിഥി അല്ലേ? ഞാൻ പറഞ്ഞത് അതെ, ഞാൻ ഷാജി കൈലാസ് ആണ്. ഞാൻ പറഞ്ഞു സാർ പറയൂ. കാരണം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഷൂട്ടിൻ്റെ സമയത്തും അങ്ങനെ അധികം സംസാരിക്കുന്നതൊക്കെ കുറവായിരുന്നു ഞങ്ങൾ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ മോളെ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അയ്യോ സന്തോഷം. ഞാനപ്പോൾ അങ്ങനെ ആലോചിച്ചു, ഇത് ആദ്യമേ കുറച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ടെൻഷൻ കുറച്ചിട്ട് ചെയ്യായിരുന്നു. അപ്പം ഞാൻ വളരെ ടെൻഷൻ അടിച്ചിട്ട് ചെയ്തൊരു സിനിമയാണ് ഹണ്ട്. കാരണം അത്ര ഫ്രീ ആയിരുന്നില്ല. പക്ഷെ അത് എൻ്റെ പ്രശ്നമായിരിക്കാം. എനിക്ക് കൂടുതൽ ഒരു ഭയഭക്തി ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നിയായിരുന്നു എനിക്ക്. സാറ് പക്ഷെ വളരെ കൂളാണ്. സീൻ കഴിഞ്ഞാലും ആള് പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കെന്തോ പോയി സംസാരിക്കാനുള്ള ഒരു ഭയം ത്രൂ ഔട്ട് ദ മൂവി ഷൂട്ട് തീരുന്നവരെ എനിക്കുണ്ടായിരുന്നു. അത് അടുത്ത സാറിന്റെ പടം ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ഓക്കെ ആവും, കുഴപ്പമില്ല. പിന്നെ ഇവരുടെ കൂടെ ആയിരുന്നു എനിക്കെല്ലാം കോമ്പിനേഷൻസ് ഒക്കെ. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വൈബൊക്കെ പിടിച്ച് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മള് ഷാജി സാറിനെ നമ്മൾ മനസ്സിലും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കുറെ ഒരു നമ്മളായിട്ടൊരു രൂപം സങ്കല്പിച്ചിരുന്നു. പക്ഷെ ആള് അത്ര പ്രശ്നം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. സാർ ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരുന്നു നമ്മളെ ഹാൻഡിൽ ചെയ്തതും. ഞങ്ങൾക്കൊക്കെ ആയിരുന്നു കോമ്പിനേഷൻസ്. അപ്പൊ ഞങ്ങള് ഈ ബ്രേക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഡയലോഗൊക്കെ മാക്സിമം ഡയലോഗ് തെറ്റാതെ പറയണം ആളുടെ മുമ്പിൽ എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് പഠിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ രസമായിരുന്നു. രാഹുൽ, അപ്പോ എനിക്ക് തോന്നുന്നു കന്നഡയിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഭാവനയ്ക്ക് ശേഷം പിന്നെ രാഹുലാണ് ഇപ്പം തെലുങ്കിൽ പോയി ചെയ്തു. കന്നഡ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ 1-2 ചെയ്തിട്ടുണ്ട്, 2 ചെയ്തിട്ടുള്ളത്. രാഹുൽ, ഇപ്പോ ഷാജി കൈലാസ് സിനിമ എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്.
അതിനകത്ത് സ്പേസ് കിട്ടുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. മിക്കവാറും എല്ലാം പോപ്പുലർ സിനിമകളാണ്. ഈ കാലഘട്ടത്തിലും അദ്ദേഹം അത് നിലനിർത്തുന്നുമുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഹാപ്പിനെസ്സോടുകൂടിയായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ഇതിപ്പോ അത് കഴിയുമ്പോൾ, ഷൂട്ട് കഴിയുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? ഇതും അതേപോലെ എത്താൻ കഴിയുന്ന ഒരു സിനിമ ആയിട്ട് തന്നെയാണ്. ആബ്സല്യൂട്ട്ലി. എന്തായാലും ഷാജിയേട്ടനൂടെ ഇപ്പോൾ രണ്ടാമത്തെ പടം വർക്ക് ചെയ്യുന്നത്, കടുവ എന്ന് പറയുന്ന ഒരു പടം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഡയറക്ടറിൻ്റെ മീറ്ററും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഷാജി സാർ വെരി ഈസി ടു വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ യുനോ യിൽ ബി വെരി, പുള്ളി പറയുന്ന രീതിയിൽ ഇപ്പോൾ അതിഥി പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ഇങ്ങനെ പറയും എന്താണ് എങ്ങനെ വേണം ഇതെന്ന്. അദ്ദേഹം ഹീൽ എക്സ്പെക്ട് യു ടു പെർഫോം. അതായത് ഇവിടെ ആയിരിക്കും പുള്ളിയുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ വെരി കംഫർട്ടബിൾ, വെരി ഈസി ഗോയിങ്. പിന്നെ ഷാജിയേട്ടൻ്റെ ഒരു മാസ്റ്റർ ഫിലിം മേക്കർ ആണല്ലോ, കട്ട്സിൻ്റെ ആളാണല്ലോ. സോ അത് ഞാൻ രണ്ടാമത്തെ പടം വർക്ക് ചെയ്തത്. സോ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് പുള്ളിൻ്റെ ഷോട്ട്സ് ഇസ് വെരി അൺയൂഷ്വൽ. ക്യാമറ എവിടെയാണ് വെക്കുന്നതെന്ന്, ബ്ലോക്സും സ്റ്റഡിയും എവിടെയായിരിക്കും ക്യാമറ നോക്കുമ്പോൾ എവിടെയെങ്കിലും വന്ന് ട്രാക്കിംഗ് ട്രോളി കുറേ ഷോട്ട്സ്, കുറേ ലെങ്തി ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ലെങ്തി ഷോട്ട്സ് ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ ക്ലാരിറ്റി ഉണ്ട് ഇവർക്കൊക്കെ, എന്താണ് വേണ്ടത്. അൺനെസറി ആയിട്ട് കുറേ ഷോട്ട്സ് എടുക്കൂല പല ആംഗിളിൽ നിന്ന്. അവർക്ക് വേണ്ടത് എഡിറ്റിംഗ് സെൻസ് നല്ലോണം ഉള്ളതുകൊണ്ട് അവർക്ക് ആ പടം എന്താണ്, എങ്ങനെയാണ് അവർക്ക് വേണ്ടതെന്ന് ഓൾറെഡി ആ ആവശ്യമുള്ള ഷോട്ട്സ് മാത്രമേ എടുക്കുള്ളൂ. സോ വൺസ് യു ഡെലിവർ കഴിഞ്ഞു രാഹുൽ പോവാം എന്ന് സിനിമയെ കുറിച്ചുകൂടെ കമൻറ്റ് പറയും. കാരണം എന്ന് വെച്ചാൽ ഈ ജോണർ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ഈ ലോക സിനിമകൾ കാണുന്നു എന്നുള്ള അഹങ്കരിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റിക്കുക, പേടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചെറുതായിട്ട് വിചാരിച്ചാലും പേടിപ്പിക്കാനൊക്കെ പറ്റും. നമ്മൾ എത്രയും നല്ല സിനിമകളിൽ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിലെങ്ങനെയായിരിക്കും ഒരു നമ്മുടെ പേടി എന്ന് പറയുന്ന ഏത് കൈൻഡ് ഓഫ് ആയിരിക്കും? പണ്ടത്തെ പോലെ എങ്ങനെ പൂച്ചയും പല്ലിയൊന്നും ചാടിച്ചിട്ടൊന്നും നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളുകൊണ്ടൊരു പേടി ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കുമല്ലോ ഇത് മാനേജ് ചെയ്തേക്കുന്നത്. സൂപ്പർ നാച്ചുറൽ ത്രില്ലറാണ്. സോ ഞാനത് കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പേടിപ്പിക്കുന്നു അങ്ങനെ ഒരു ഹൊറർ പ്രേതം വരുന്നു അങ്ങനെ ഒരു പടം ഇല്ല. ഇത് ഹൊറർ എലമെന്റ്സോട് കൂടി ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. ഒരു ക്രൈം ത്രില്ലർ ആയിരിക്കും. ഒരു അന്വേഷണം എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ ആ എലമെന്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. മെയിൻലി അതിൽ പറയുന്നത് അതിലൊരു ഹൊറർ എലമെന്റ് ഉണ്ടെന്നുള്ളൂ. കാരണം എനിക്കും അത് പറയണം. കാരണം ഹണ്ട് എന്ന് പറഞ്ഞ ഒരു ഹൊറർ മൂവി എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തിട്ട് ആ ഒരു ഭയം ഉണ്ടാകും എന്ന് കരുതി സിനിമ കാണാൻ പോയിരുന്നു. അല്ല, ഹണ്ട് എന്ന പേരുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ അത് ഹണ്ടിന്റെ പുറകിൽ അത് സിനിമ ഹണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് മലയാളികളെ നമുക്ക് പേടിപ്പിക്കാൻ പറ്റില്ല, അത് എല്ലാവർക്കും അറിയാം എന്നിരിക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു തുടക്കത്തിന് അവസാനം വരെ ഇപ്പോഴാണ് പ്രേതം വരുന്നത്, നമ്മൾ ഞെട്ടാൻ പോകണോ, അങ്ങനെ എലമെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ബേസിക്കലി ടു ബി റിയലി ഓണസ്റ്റ് അതല്ല. എന്തുകൊണ്ട് ആ പ്രേതത്തിൻ്റെ എലമെന്റ് ഇവിടെ ഉണ്ടായി ആ സിനിമയിൽ? ആ എലമെന്റ് ഉണ്ടാവാനുള്ള റീസൺ ഉണ്ടല്ലോ. ആ റീസൺ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് ഉണ്ടായിരിക്കും. ഈ എലമെന്റ്സ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിഭീകരമായിട്ട് നമ്മൾ ഞെട്ട് അതല്ല, അത് ഉണ്ടാക്കുന്നൊരു വാവ്, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ആ എലിമെന്റിന്റെ ആ സോൾ എന്നൊരു പരിപാടിയെ എങ്ങനെ അവർ പ്രസന്റ് ചെയ്യുന്നു തന്നെ അത് കൊള്ളാലോ എന്നാണ് തോന്നിപ്പിക്കാന്ന് എനിക്കൊരു പ്രിവ്യൂ കണ്ടപ്പം എനിക്ക് തോന്നുന്നു. അല്ല ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഞെട്ടി ധരിച്ച് ചില ജംപ് ഷോട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് അതല്ല സാർ ഇതിൽ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റായിട്ട് നിഖിലും ഇതിൽ വിചാരിക്കുന്നത് ഇരിക്കുന്ന ആളുകളെ മൊത്തവും പേടിപ്പിക്കുക, ശിവറിയിപ്പിക്കുക എന്നുള്ളതല്ല. അതിനകത്ത് ബേസിക്കലി ആ തോട്ട് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു എലമെന്റ് കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാതെ അത് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാവരും അതിനെ സ്ട്രെസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഹോൾ ഓഡിയൻസ് ഇങ്ങനെ ഷാജി കൈലാസ് സാർ ഒരു ഹൊറർ കൊണ്ടുവരുന്നു, സാർ ഇത്രയും നമ്മൾ തീപ്പൊരി സിനിമകൾ ഇത്രയും നമ്മൾ ഇമ്പാക്ട് ഉണ്ടാക്കിയെങ്കിൽ ഒരു പ്രേതത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഞെട്ടുവോ? തീർച്ചയായിട്ടും അതായിരിക്കരുത്. കുറച്ചും കൂടി ഇമോഷണൽ ഒരു ഡ്രാമ അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഒരു കാമ്പുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പ്രൊമോഷനിൽ പറയാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ. അങ്ങനെയല്ലേ? അതെ. ഇതിലിപ്പോ ആരോ പ്രേതത്തെ കാണുന്നു, അല്ല ചതിക്കാത്ത ചന്തു ഭയങ്കര രസമായിരുന്നല്ലേ? അത് വേറൊരു മൂഡിൽ പിടിച്ച പടമായിരുന്നല്ലോ ആ സമയത്ത്. അതൊരു ആ ക്ലൈമാക്സിൽ അത് ഉണ്ട് എന്ന് പറയുന്ന ഒരു നുണയാണ് ആക്ച്വലി. അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ അത് പക്ഷെ അത് ഉണ്ട് ഇവര് തന്നെ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഫൺ ഇതാണ്. അത് ഒരു റിവീലിംഗ് പോലെയായിരുന്നു ഈ മാജിക്കിന്റെ എന്തൊക്കെ. പിന്നെ ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങള്, അതിന്റെ കുറെ ടെക്നിക്കൽ സൈഡ് പുറത്തു വന്നപ്പോ ഇതൊക്കെ ഇങ്ങനെയാണല്ലേ എന്നുള്ള സംഭവം
കാണിച്ചത്. പക്ഷെ ആ ഡയലോഗ് എപ്പോഴും ഓടുന്നില്ലേ? പറയാതാണോ? നമ്മളെ തന്നെ സിനിമയിൽ എത്ര ഓടും? പുള്ളിക്കാരുടെ ഡയലക്റ്റില്ല തൃശ്ശൂർ പരിപാടിയിൽ പറയുകൊണ്ടാണ്. അതെ, മറ്റേ കൊച്ചുപ്രേമൻ ചേട്ടനല്ലേ വന്നിട്ട് നീ ഏതാ കൊച്ചേ ഈ ഭാവനയുടെ സ്ലാങ്ങിനെ പല രീതിയിൽ ഇപ്പൊ പരിമളം മുതൽ ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവനയുടെ സ്ലാങ്ങിനെ ഉപയോഗിക്കുന്ന സിനിമകൾ ഇപ്പോൾ ചോട്ടാ മുംബൈയിലും രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ക്യാരക്ടറിന് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ആ സ്ലാങ് ഒക്കെ എങ്ങനെ ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് നമ്മൾ പറയും. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫസ്റ്റിൽ പരിമളത്തിന് അവാർഡ് കിട്ടും. നമ്മളിന് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതിനതൊരു മെൻഷൻ വരുമ്പോൾ, സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ വരുമ്പോഴത്തേക്ക് എന്താണ് തോന്നിയത്? ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ തോന്നിയോ? ഞാൻ അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് ആലോചിച്ച് ചെയ്തൊന്നുമല്ല. പരിമളമൊന്നും അങ്ങനെ അങ്ങനത്തെ ഒരു പ്രായമായിരുന്നില്ല. ജസ്റ്റ് ആ സമയത്ത് 16 വയസ്സ്. അപ്പൊ ഹാർഡ്ലി 15-16 എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സിനിമ ഇത്രയും വലിയൊരു മീഡിയം, നമ്മൾ അതിൽ അഭിനയിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ കമൽ സാറിന്റെ മുമ്പ് ചെയ്ത സിനിമകൾ പോലും ഞാൻ അത്രയ്ക്ക് അധികം ആലോചിച്ചിട്ടുള്ള ഒരാളൊന്നുമില്ല. അങ്ങനെ ആ മൂവി ഞാൻ ചെയ്തിട്ട് അതിലൊരു സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ വന്നപ്പോൾ ആ സമയത്ത് ഒരു സന്തോഷം എന്നല്ലാതെ അതിന്റെ ഒരു വെയിറ്റേജ് ഒന്നും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. ഒന്നാമത് ആ സമയത്തൊക്കെ ഞാൻ വന്ന ടൈം ഇങ്ങനെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ ട്രാവൽ ആയിരുന്നു. നമ്മൾ ചെയ്യുന്നു, അപ്പോഴത്തേക്കും ഞാൻ സ്വപ്നക്കൂട് ചെയ്യുന്നു, പിന്നെ ഞാൻ CID മൂസ ചെയ്യുന്നു, ക്രോണിക് ബാസർ ചെയ്യുന്നു. അങ്ങനെ ഒരു ട്രാവലിംഗിലാണ്, ഇതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ആയിരുന്നത്. ആണോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. അല്ലാതെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഞാനെന്തോ കാര്യമായിട്ട് അത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതോ ഒന്നുമല്ല. അതൊക്കെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയത്. അല്ല നമ്മളങ്ങനെ പ്ലാൻ ഇപ്പോഴാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ ആലോചിക്കുമല്ലോ, ഇതൊരു മൂവി നമ്മൾ ചെയ്യാൻ പോകുന്നു. ഞാനിത് ഇവിടെ പലർത്തും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു നമ്മൾ ഈ മൂവി ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് ആ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ തോട്ട്. അങ്ങനെ ആലോചിച്ചില്ല. അതോ ഞാൻ സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇനി ഞാൻ ഇവിടെ ഒരു കലക്ക്, അതൊന്നും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ അവാർഡ് വരുമ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? സത്യം പറയാം, എനിക്കിപ്പോ എന്തായിരുന്നു ഓർമ്മയില്ല. ഞാൻ ഭയങ്കര സന്തോഷമാണ്, യെസ് ഓഫ് കോഴ്സ്. പക്ഷെ അതിന്റെ ഒരു വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ പിന്നീടാണ് നമ്മുടെ വീട്ടിൽ ആ ഒരു ഇത് കാണുമ്പോഴാണ് ശരിയാണല്ലേ എന്ന് തോന്നുന്നത്. അല്ലാതെ ആ സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പൊ ഭയങ്കര ഒരു നൈവായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ അതിനെ പറ്റി ഒരുപാടൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു അപ്രീസിയേഷൻ എനിക്ക് തോന്നുന്നു ദൈവനാമത്തിലാണ് അപ്രീസിയേഷൻ കിട്ടുന്നത്. അത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ സീരിയസ് ആയിട്ട് നോക്കി കണ്ടു, കല എന്താണെന്നുള്ളത് മനസ്സിലാക്കിയൊക്കെയാണല്ലോ. അപ്പോൾ കിട്ടുന്ന ഈ അവാർഡുകളൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ബലം കൂടില്ലേ, ഇങ്ങനെ ധൈര്യം കൂടില്ലേ, ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലേ എന്ന് തോന്നുന്നു. ബേസിക്കലി ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു ടോംബോയിഷ് ആയിട്ടുള്ള, ഭയങ്കര ബബ്ലി ആയിട്ടുള്ള, ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ ഒരുവിധം ക്യാരക്ടേഴ്സ് ഒക്കെ ലൈൻ ചെയ്ത് വന്നിരുന്നത്. ദൈവനാമത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൊള്ളാലോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അതുവരെയും ഈ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ക്യാരക്ടർ അല്ലാതെ കുറച്ച് മാറി വന്നപ്പോൾ അതിന്റെ കുറെ കാര്യങ്ങൾ ജയരാജ് സാറൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് എത്രത്തോളം ആ സമയത്തൊന്നും എനിക്കത് ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ക്യാരക്ടർ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പറഞ്ഞു, ഇവളെന്ത് ഇങ്ങനെ സഫർ ചെയ്ത് നിൽക്കുന്ന എന്തിനാ, ഇതൊക്കെയാണ്. അപ്പോൾ ജയരാജ് സാറിനെ പറയാം, ആ ക്യാരക്ടർ സമീറയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, നീ അല്ല അത്, നിന്നെ മാറ്റി നിർത്തൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുമ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യണ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് പോകുമല്ലോ. അങ്ങനെ ജയരാജ് സാറൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കുറെ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചു പോയി പിന്നീട് വരുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെ. സോ അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു റെക്കഗ്നിഷൻ ആണ്, നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത ഒരു വർക്കിന് ഒരാൾ തരുന്ന ഒരു വാലിഡേഷൻ, ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അതെ. അതിഥി ട്വൽത്ത് മാനാണ് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ. ഇപ്പം നമ്മൾ കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അതിഥി അധികം സെലക്ഷൻസ്, അതായത് എനിക്ക് ഒന്ന് നോക്കി സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണോ ഇല്ലെങ്കിൽ എന്താണ് കാരണമെന്ന് അറിയില്ല, ഒരു 10 വർഷത്തിനിടയ്ക്ക് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളാണ് അതിഥി എന്ന് പറയുന്നത്. അപ്പൊ ചന്തുക്ക് ഇപ്പൊ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞ സിനിമകൾ ചെയ്യുന്നുള്ളൂ? വരുന്നതിൽ നമുക്ക് നല്ലത് ചെയ്യാം, നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാം, അത് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അത് ചിലപ്പോ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോ ചില സിനിമകൾ ചെയ്യാൻ പറ്റാറില്ല, ചിലത്. പക്ഷെ എനിക്ക് എന്ത് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് എൻ്റെ അൾട്ടിമേറ്റ്. അല്ലാതെ ഞാൻ കുറേ സിനിമ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഒരു അവാർഡ് അല്ല അതൊക്കെ കിട്ടി എനിക്ക് സന്തോഷമില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വരുന്നതിൽ എനിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇവൻ ചെറിയ റോളാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഹാപ്പി ആയിരിക്കും. ഞാൻ ചിലപ്പോൾ ചില സിനിമകൾ
തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ആ വർക്ക് എൻ്റെ പാഷനാണ് സിനിമ ചെയ്യാന്നുള്ളതും. അതിൽ നിന്നുകൊണ്ട് എനിക്ക് വരുന്നതിൽ നല്ല ടീമിൽ എനിക്ക് എല്ലാം കൊണ്ട് ഹാപ്പി ആവുന്ന വർക്കുകൾ നോക്കി ചെയ്യുന്നു മാത്രം. ഇപ്പോൾ കുറച്ചുകൂടെ ആവേശത്തിൽ സിനിമകൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ഞങ്ങൾ വിസിബിലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ചന്തുവിൻ്റെ കാര്യത്തിൽ. അതൊരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രമിച്ചതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണോ, എന്താണ്, അതേ സാഹചര്യം മാറിയൊന്നും? അല്ല, ഞാൻ 18ാം പടി കൂടെയാണല്ലോ എനിക്കൊരു മെയിൻ സ്ട്രീം റെക്കഗ്നിഷൻ കിട്ടുന്നത്. ആദ്യം കശ്മീരിൽ വന്നെങ്കിലും പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് ആക്ച്വലി എൻ്റെ കരിയർ ഭയങ്കര ബൂമിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്ക് ടു ബാക്ക് ഫിലിംസ് ആയിരുന്നു. ഇമ്മീഡിയറ്റ്ലി ലാലേട്ടൻ്റെ പടം റാമൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ഒരു എൻ്റെ കരിയറൊക്കെ സെറ്റായി. എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ ഖജരാവോ ഡ്രീംസ് പണ്ടൊക്കെ ആണല്ലോ ഫാൻസി ആണല്ലോ സെറ്റിന്ന് സെറ്റുകളിലിട്ട് ഭാവന അത് വളരെ നാച്ചുറലാണ്. അന്ന് സെറ്റിൽ പോകുമായിരുന്നു. ആ റിയാലിറ്റി അങ്ങനെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഔട്ട് സൈഡിൽ സെറ്റിന്ന് സെറ്റിലോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് തിരക്കുള്ള ഐ വാസ് ലൈക്ക് ദാറ്റ് ഐ വൺസ് റാമിൻ്റെ സെറ്റിൽ നിന്ന് മറ്റേതൊരു ഖജരാവോ ഡ്രീംസ് ഡാൻസ് കളിക്കാൻ പോകുന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മറ്റേത് ഇന്നോവ ഓക്കെ ഞാനിത് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നമൊക്കെ ഇങ്ങനെ സ്പീഡിന് പൊക്കോണ്ടിരുന്ന ഇടിവിട്ട് പോലെ കോവിഡ് വീഴുന്നു. റാമിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ലാലേട്ടൻ്റെ വീട്ടിൽ പോകുന്നു. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഫ്രാങ്ക്ലി, എനിക്കുണ്ടായ ഒരു ഇത് ലാലേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഡിന്നർ കഴിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ആ ലോകം ഒന്ന് ഇതിലോട്ട് പോയി. മോഹൻലാൽ എൻ്റെ കൂടെ ചുമ്മാ മോനെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇന്നായില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഐറ്റം വരുന്നത്. എൻ്റെ ശമ്പളത്തിൽ നിന്ന്, സിനിമയുടെ ശമ്പളത്തിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കാറ് വാങ്ങിക്കുമോ ഞാൻ, ഹാരിയർ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന 2ാമത്തെ മാസം ഐറ്റം വന്നു കോവിഡ്. പിന്നെ അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഒരു പിടിച്ചു കയറൽ ഉണ്ടാവുന്നതാണ് 12th Man. അപ്പോൾ ജിത്തു സാർ ഇങ്ങനെ ഒരു പടം തരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഓക്കെ എന്നെ ആളുകൾ, അതായത് റാമിൽ നിന്ന് അഭിനയിച്ചിട്ട് സാർ എന്നെ വീണ്ടും ഒരു സിനിമയെ വിളിക്കുമ്പോൾ എവിടെയോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മളൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. അത് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ആ കഷ്ടപ്പാട് നമ്മൾ എടുക്കാൻ തയ്യാറായതിൻ്റെയൊക്കെ റിസൾട്ടാണ് ദൈവത്തിൻ്റെ സഹായം, വീട്ടുകാരുടെ സഹായം ഒരു കൂടെ നിന്നുകൊണ്ട് എനിക്ക് കഞ്ഞിക്കറി ഉണ്ടാക്കി തരാൻ എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നുകൊണ്ടും അങ്ങനെ വന്നതാണ്. പിന്നെ പടങ്ങൾ മാറി എനിക്ക് ആ കിട്ടിയ ഭൂമൻ അല്ലെങ്കിലും പിന്നെ വന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞു. നമ്മൾ വേറെ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇന്റർവ്യൂസ് ചോദിക്കും ഇങ്ങനെ ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. യു ഹാവ് 10 scripts ഫ്രം വിച്ച് യു ആർ ടേക്കിംഗ് 2. അതേ ഉള്ളൂ. അല്ലാതെ ഇത് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ പറയാനുള്ള ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യുന്നില്ല. ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എന്നാൽ കുറേ സിനിമകൾ ഞാൻ കളഞ്ഞിട്ടാണ് ഇത്രയും ചെയ്തത്. പക്ഷെ നമുക്കൊരു സോളിഡ് ചോയ്സ് എടുക്കാൻ വേണ്ടി അത് കളഞ്ഞാൽ അടുത്തത് വരും. അങ്ങനെ ഉറപ്പിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. ഫീനിക്സ് കഴിയുമ്പോഴാണ് എനിക്ക് ബേസിക്കലി അങ്ങനെ ഒരു ഇപ്പോൾ ലീഡ് മൂവിയിലേക്കൊക്കെ എനിക്ക് എൻ്റെ ഞാൻ ആരെയും മറ്റൊരാൾ പറയുന്ന പോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ സിനിമയെ കാണുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ചെയ്ത് പോയാൽ മതി അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. വളരെ ഗ്രീഡി ആയിട്ട് എൻ്റെ ഷോൾഡർ എനിക്ക് ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, അത്യാഗ്രഹമുള്ള. അപ്പം ഫിനിക്സ് കഴിഞ്ഞ് അങ്ങനെ ഒരു ലീഡ് ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഐ ഫീൽ ഇത് കുറേ സീരിയസ് ആയിട്ട് ഞാൻ ഇന്ന് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. ആവോ ഉള്ളത് ബാങ്കബിൾ ഹീറോ ആവുമോ എന്നൊക്കെ ഉള്ളതൊക്കെ പിന്നെയുള്ള വിഷയമാണ്. നമ്മുടെ വരെയും നമ്മുടെ സമയവും ഒക്കെയാണ്. ബട്ട് ഐ എം എൻജോയിങ് ദ പ്രോസസ്. ഇപ്പം ചേട്ടൻ ചോദിച്ചാൽ വിസിബിലിറ്റി കൂടുന്നെങ്കിൽ അത് 8 വർഷമായി. 8 വർഷം കൊണ്ട് അതിൽ 3 വർഷം കോവിഡ് കൊണ്ടുപോയി ഇങ്ങനെ ആ കയറ്റം ഉണ്ടല്ലോ. ബട്ട് ദ സ്ട്രഗിൾ ഈസ് റിയൽ. റിയൽ സ്ട്രഗിളാണ്. നമ്മൾ നിലനിൽക്കുക. സിനിമ വരിക എന്ന് പറയുന്നത് ഒരു കഴിവുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ വന്നാൽ ഭാഗ്യം. നിലനിൽക്കുക എന്നുള്ളതാണ് ഞാനിപ്പം കാണുന്ന ഏറ്റവും വലിയ. ഡെയിന് ഈ പറയുന്നത് പോലെ ടെലിവിഷനിലെ സൂപ്പർ സ്റ്റാർ ആണ്. പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാവന നേരത്തെ പറഞ്ഞല്ലേ, ഭാവന ഒരു കോളേജിൽ പോയപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം എണീറ്റ് അതെ ആശാന്റെ ഫാൻസ് ഭയങ്കര